നമസ്കാരം. ഇന്ന് മുണ്ടിലെ കമ്പ്യൂട്ടിങ്ങിൽ നമ്മുടെ ഒരു കൂട്ടുകാരന് വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു ഗ്രാഫിക് പാഡ്, ഒരു പെൻ പാഡാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇത് റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, നമ്മളത് അൺബോക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ വാക്കോമിൻ്റെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇത് XP പെൻ എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. Gadgest എന്നുള്ളതാണ് ഇതിൻ്റെ മോഡലിൻ്റെ പേര്. ഇത് കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും iOS-ലൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ നോക്കുമ്പോൾ ലിനക്സ് സപ്പോർട്ട് നേരിട്ടുള്ള ഒഫീഷ്യലി കണ്ടില്ല, അൺഒഫീഷ്യൽ സാധനങ്ങളെ കണ്ടു. ലിനക്സിലേക്ക് ഇന്ന് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ എന്തൊരു ലിനക്സിൻ്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു നീല പെട്ടിയിലേക്കാണ് വരുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫസ്റ്റ് തന്നെ കാണുന്ന പ്രൊഡക്റ്റാണ് Gadgest എന്ന് പറയുന്ന XP പെന്നിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. നമുക്കതൊന്ന് അതിലെ കവറിൽ നിന്നൊന്ന് പൊട്ടിച്ച് പുറത്തെടുക്കാം. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് പുറത്തെടുത്ത് കഴിഞ്ഞു. ഈ കാണുന്നതാണ് പ്രൊഡക്റ്റ്. ഇതിലാണ് നമ്മൾ വരച്ച് എഴുതുന്ന അല്ലെങ്കിൽ എഴുതുകയോ വരയ്ക്കുകയൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് സാധാരണ ഫോണിലൊക്കെ വരുന്ന പോലെ ഒരു സ്ക്രീൻ പ്രൊട്ടക്ഷനിലായിട്ടൊരു ഗാർഡ് വരുന്നുണ്ട്. അതെടുത്ത് കളയാം. ഒരു C ടൈപ്പാണ് ഇതിൻ്റെ പവർ കേബിൾ വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് സ്വിച്ചസ് ഉണ്ട്. നമുക്ക് പിന്നീട് എന്തിലേക്ക് വേണം അസൈൻ ചെയ്യാമെന്നുള്ള സംഗതിയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഇതിന് കാണാൻ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റു സാധനങ്ങളിലേക്ക് നോക്കാം, ആക്സസറീസ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഒരു കവർ വരുന്നുണ്ട്. ഈ കവർ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വരക്കുമ്പോഴൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വരക്കാൻ ഉപയോഗിക്കുന്നത്, പൊടിയൊന്നും പിടിക്കാതിരിക്കാനാണ്. പിന്നെ അതിലൊരു കേബിളാണ് വരുന്നത്. കേബിളിന് കൂടെ തന്നെ 2 അഡാപ്റ്റേഴ്സും കാണാം, ഒരു ഗ്ലൗവും കാണാം. ഈ കേബിൾ C ടൈപ്പാണ്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇതിനകത്ത് കുറച്ച് നിബ്ബുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ 8 നിബ്ബുകൾ വരുന്നുണ്ട്. വാക്വമിലൊക്കെ ആണെങ്കിൽ അത് പലതരത്തിലുള്ള നിബ്ബുകളാണ് കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം ഒരേ ടൈപ്പ് നിബ്ബുകളാണ് വരുന്നത്. പേനയുടെ നിബ്ബ് മാറ്റാനുള്ള സാധനമാണ്. പിന്നെ C ടൈപ്പാണ് കേബിൾ വരുന്നത്. ഇത് കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് ഇതിലേക്ക് കണക്ട് ചെയ്താൽ പവറും ആവും, അതുപോലെ തന്നെ കണക്ഷനും ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംവിധാനം. വേറെ അഡീഷണൽ പവറൊന്നും കൊടുക്കേണ്ട. സാധാരണ USB എന്നാണ് പവർ എടുത്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ USB മൗണ്ടുകളാണ്. ടൈപ്പ് C ഉണ്ട്, USB ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചം എന്ന് പറഞ്ഞാൽ ടൈപ്പ് C ഉള്ള മൊബൈലുകളിലോ അല്ലാത്ത മൊബൈലിലോ നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആ കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് ഫോണിൽ വരക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നോക്കുകയാണെങ്കിൽ മറ്റ് അഡീഷണൽ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗ്ലൗ, പ്രധാനപ്പെട്ട സാധനം ഗ്ലൗ ആണ്. ഈ ഗ്ലൗ ഇട്ടിട്ടാണ് വരക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അവിടെ നമ്മുടെ വിരൽ ടച്ച് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലൗ വരുന്നത്. പിന്നെ മറ്റ് പേപ്പറുകളും ഗ്യാരണ്ടി കാർഡുകളൊക്കെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ യൂസേജ് മാനുവലുണ്ട്. അതിനകത്ത് അതിൻ്റെ പവർ ബട്ടൺ ഏതാണ്, അതുപോലെ തന്നെ ആക്റ്റീവ് ഏരിയ ഏതൊക്കെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട പെന്നിനെ പുറത്തെടുക്കാം. പെന്ന് കൊണ്ടാണല്ലേ വരക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിലെ പെന്ന് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് മൗസായിട്ട്, ശരിക്കും പറഞ്ഞാൽ മൗസ് തന്നെയാണ്, മൗസായിട്ട് യൂസ് ചെയ്യാം. അതിൽ റൈറ്റ് ബട്ടണൊക്കെ ഞെക്കാനുള്ള സ്വിച്ചുകളൊക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല നല്ല പ്രഷർ സെൻസിറ്റിവിറ്റി ഉണ്ട്. പ്രഷർ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വരക്കുന്ന ഓരോ വരകളൊക്കെ അതിൽ വരിക. നല്ല പ്രഷർ സെൻസിറ്റിവിറ്റി ഒക്കെ ഉണ്ട്. ഇനി വേറൊരു സാധനം കൂടി അതിനകത്തുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ J5 പോലെയൊക്കെ തോന്നും, പക്ഷേ അതല്ല സാധനം. അത് തുറന്നു കഴിഞ്ഞാൽ ഈ പേന വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ നിബ്ബ് ഊരാനുള്ളൊരു പോർഷൻ ഉണ്ട്. അതിലിട്ടൊരു നിബ്ബ് ഊരാൻ കഴിയും. മോൾ ഭാഗത്തായിട്ട് നമുക്ക് പേന വെക്കാൻ വേണ്ടി കഴിയും. പേന കുത്തിയിട്ടോ അല്ലെങ്കിൽ കിടത്തിയിട്ടൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് പേന വെച്ച് നോക്കാം. അങ്ങനെ പേന കുത്തി വെക്കാം. പണ്ടത്തെ എന്താ പറയുക, ഈ മഷി പേനയുടെ തൂവലൊക്കെ വെക്കുന്ന ഒരു സെറ്റപ്പ് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ട് അതിൽ എടുത്ത് നമുക്ക് അങ്ങനെ കിടത്തിയും വെക്കാൻ പറ്റുന്നൊരു മോഡലാണത്. ഇനി നമുക്ക് ആ നമ്മുടെ കവറായിട്ട് വന്നിട്ടുള്ള സാധനം പാഡിന് മുകളിൽ നിന്ന് വെച്ച് നോക്കാം. ഓക്കെ, സെറ്റായിട്ടിരിക്കുന്നുണ്ട്. വേറെ ഒട്ടിപ്പിടിച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് രംഗത്തേക്ക് ഇറങ്ങാം. 2 വിരലുകൾ
അവസാനത്തെ 2 വിരലുകൾ കവർ ചെയ്യുന്ന തരത്തിലാണ് ഗ്ലൗസ് ഉള്ളത്. മറ്റ് വിരലുകൾ നഗ്നമാണ്. അപ്പോൾ ഗ്ലൗസ് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി പേന, സ്പൈഡർമാൻ വലവിടുന്ന പോലെയൊക്കെയുണ്ട്. ഇനി പേന എടുത്തിട്ട് വരയ്ക്കണം. പക്ഷേ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമുക്ക് ആദ്യം ഡ്രൈവർ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ പോയാൽ അതിൻ്റെ സോഫ്റ്റ്വെയർ കിട്ടും. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. വിൻഡോസിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യത്തെ ഘട്ടം ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടൊന്ന് സിങ്ക് ആയതിനു ശേഷം മാത്രമേ ഇത് വർക്കായുള്ളൂ. ഇൻ്റർനെറ്റ് കണക്ട് ആവാത്തതുകൊണ്ട് ഇത് ആദ്യം വർക്കായി ഉണ്ടായില്ല. പിന്നീട് എല്ലാം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തത് ഒന്ന് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയത്. എന്നാൽ ആൻഡ്രോയിഡിന് ഇത് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് പവർ കേബിൾ കൊടുക്കാം. അതിനുശേഷം പേന എടുത്തിട്ട് നമുക്കൊന്ന് ഉദ്ഘാടനം ചെയ്ത് നോക്കാം, വരച്ച് നോക്കാം. അപ്പോൾ അത് നമ്മൾ പേന എടുത്ത് നമ്മുടെ വലിയ കമ്പ്യൂട്ടറിൽ നിന്ന് എഴുതി അങ്ങ് തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരങ്ങ് എഴുതാം. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലൈറ്റ് ലെഫ്റ്റ് സൈഡിൽ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അത് വർക്ക് ഏരിയയിലാണ് എന്നുള്ള ഇതിലുള്ള ഇൻഡിക്കേഷനാണ്. നമുക്ക് ഇനി എഴുതി തുടങ്ങാം. അതുപോലെ നമുക്ക് ഫോണിലും ഇത് കണക്ട് ചെയ്യാം. ഫോണിൽ നേരത്തെ പറഞ്ഞ അഡാപ്റ്റർ കണക്ട് ചെയ്യുക, നേരിട്ട് കണക്ട് ചെയ്യുക. വേറെ ഡ്രൈവറുകളോ മറ്റൊന്നുമില്ല, പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അവിടെ വെച്ചിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. എഴുതി കഴിഞ്ഞാൽ അത് വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. കാരണം ലാൻഡ്സ്കേപ്പിലാണ് കൃത്യമായിട്ട് അതെടുക്കുക. ഇതൊരു മൗസ് പോലെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ മാത്രമേ അതിൻ്റെ കൃത്യസ്ഥലത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വരുള്ളൂ, ഇല്ലെങ്കിൽ തോന്നിയ പോലെ വരും. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ പിടിച്ചാൽ മാത്രമേ നമുക്കത്, ഇല്ലെങ്കിൽ കണ്ടില്ലേ നമ്മൾ വരക്കുന്ന രീതിയിലല്ല അത് വരിക. അപ്പോൾ ലാൻഡ്സ്കേപ്പിൽ പിടിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്കത് ലാൻഡ്സ്കേപ്പിലേക്ക് ഒന്ന് മാറ്റി നോക്കാം. ഇനി എഴുതിയാൽ കൃത്യമായിട്ട് വരും. എന്താണ് എഴുതുന്നത് വെച്ചാൽ അത് കൃത്യമായിട്ട് അതുപോലെ വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് അതുപോലെ തന്നെ പ്രഷർ സെൻസിറ്റിവിറ്റി ഉണ്ട്. നമ്മൾ നന്നായി അമർത്തി വരക്കും തോറും ഇതിൻ്റെ കട്ടി കൂടുന്നത് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.